നമസ്കാരം എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? ഓക്കെ, അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ലൈവ് നല്ലതായിട്ട് തന്നെ പോയി. നല്ല റഷ് ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ. പക്ഷെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റി. ചില മുറിമുറുപ്പൊക്കെ ഉണ്ടായെങ്കിലും ഇറ്റ് വാസ് ഗുഡ്, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ അമ്മയ്ക്ക് വീണ്ടും ചെക്കപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, കൈയിൻ്റെ കാര്യം ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പണി കിട്ടിയത്, കാലിൽ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതിപ്പോൾ പ്രോപ്പർ ഫ്രാക്ചറായിട്ട് മാറി. ആങ്കിളിലും ഫിംഗേഴ്സിലും ടോസിലും ഇതുണ്ട്, എന്താണ്, ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് പൂർണ്ണമായിട്ട് മൂവ്മെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടോട്ടലി സ്റ്റക്കായി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം അമ്മയ്ക്ക് എല്ലാത്തിനും ഹെൽപ്പ് വേണം. ഇടത് കൈയും ഇടത് കാലും ഇപ്പോൾ പറ്റാത്തൊരു സ്ഥിതിയായി. അതുകൊണ്ട് ഈ ആഴ്ച ലൈവ് ഇനി പോസിബിൾ ആയിരിക്കില്ല. കാരണം ഒരുപാട് സമയം എനിക്ക് ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 2-3 ഹവേഴ്സൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഒരാളെ വെക്കാൻ നോക്കുന്നുണ്ട്. ആളെ കിട്ടിയിട്ടില്ല. പ്രോപ്പറായിട്ടൊരു പേഴ്സണെ വേണമല്ലോ. നോക്കട്ടെ എന്ത് ചെയ്യാമെന്ന് ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ 2 ദിവസമല്ലേ ഉള്ളൂ. അവിടെ നമുക്ക് പോസിബിളായിട്ട് കാണുന്നില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഞാനും ഭയങ്കര ടയേർഡാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പേപ്പർ ടേബിളിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ആൽഫബറ്റ് റീഡിംഗ് ആണ് ഇന്ന്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കുറേ നാളായി ആൽഫബറ്റ് റീഡിംഗ് ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫീലിങ്സ് നോക്കിയതുകൊണ്ട് ഫീലിങ്സും തോട്ട്സും ഞാനിപ്പോൾ നോക്കുന്നില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അവരുടെ ആൽഫബറ്റ് വെച്ചിട്ട് നോക്കാം. നമ്മളിത് നേരത്തെ നോക്കിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്ക് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനെപ്പോഴും പറയാറുണ്ട്, ഹ്യൂമൻ എനർജീസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി, 10-12 ദിവസത്തിൽ കൂടുതലായി ഈ റീഡിങ് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ കൺസിഡറബിൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എനർജീസും കൂടെ കണക്റ്റ് ആവുമോ നോക്കട്ടെ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതേപോലെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെൻറ്റ്സ് മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇതിൽ എന്ത് വന്നാലും, പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും, അത് ഓർക്കുക, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഞാൻ വീണ്ടും പറയുകയാണ്, അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു ജനറൽ ഗൈഡൻസിന് മാത്രമായിട്ട് എടുക്കുക. ഇതിനെക്കുറിച്ച് ഓർത്ത് ഓവർലി ടെൻസ്ഡ് ആവുകയോ ഓവർലി ഹാപ്പി ആവുകയോ ചെയ്യരുത്. ന്യൂട്രലായിട്ടിരുന്ന് കാണുക. ഓക്കെ, തുടങ്ങാം. അപ്പം നമുക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCDEF മുതലായ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണ്. എനിക്കറിയേണ്ടത്, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാൻ ശ്രമിച്ചാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അതാണ് എനിക്കറിയേണ്ടത്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്യുകയാണ് എന്ന് അവരോട് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവരുടെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് ABCDEF തുടങ്ങുന്നതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. Knight of Wands, Star, 9 of Wands,
6 of Pentacles, Ace of Pentacles, Lovers, ഒരു വീഡിയോയ്ക്ക് ഇടയിൽ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതൊരു ലൈവിനായിരുന്നു തോന്നുന്നു. അതിൽ ലവേഴ്സ് കാർഡ് കാണിച്ചു പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കാർഡ്സ് ഒന്ന് ശ്രദ്ധിച്ച് മറയ്ക്കുന്നത് കേട്ടോ. ചിലതിലൊക്കെ ഞാൻ സ്റ്റിക്കറും ഒട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകും എന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർ ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, കരയും, നിങ്ങളെ തടയാൻ ശ്രമിക്കും കേട്ടോ. പോവരുത് എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, ഇമ്പൾസീവായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും കേട്ടോ. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ പറയാം. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, ലക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ടു പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ചിലർ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവർ അന്തം വിട്ട് നിൽക്കുന്നതായിട്ടാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ചിലർ പറയും വേണ്ട, മൂവ് ഓൺ ചെയ്ത് പോവരുത്, നമുക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലെത്താൻ, നമുക്കൊരു രമ്യതയിൽ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ പറയും. നിങ്ങളുടെ കാല് പിടിച്ച് കരയും, മനസ്സിലായല്ലോ. ചിലർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. മറ്റു ചിലർക്ക് നിങ്ങൾ സ്നേഹമാണ്, അവരും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. ഓക്കെ, രാശികൾ ഞാൻ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് ഒരുമിച്ച് പറയാം. പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. 2 of Pentacles and Judgment. ഇവർ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്, അതായത് ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഒരു പക്ഷേ ഒരു കോർട്ട് കേസ് അങ്ങനെയൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ സ്പിരിച്വൽ ആയിട്ട് ഉള്ള ഒരു പേഴ്സണാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു പ്രെയർ ഗ്രൂപ്പിലൊക്കെ മെമ്പേഴ്സ് ആയിരിക്കും. പള്ളി, അമ്പലം മുതലായ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നിങ്ങൾ തുടർച്ചയായിട്ട് കാണാറുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ വെച്ചാണ് നിങ്ങൾ ആദ്യമായി കണ്ടത്, അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഹീലറാണ്, റൈക്കി ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ വേറെ എന്താണ്, വക്കീലായിരിക്കാം. ഓക്കെ, അങ്ങനെ ടീച്ചറായിരിക്കാം. ഓക്കെ, പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം. അതായത് കുറച്ച് പേര് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഉപദേശം ചോദിച്ച് വരാറുണ്ട്. നിങ്ങൾ തിരിച്ചുമായിരിക്കാം, നിങ്ങളുമായിരിക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ എനർജിയിൽ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്, അറിയാലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ എനർജിയും അവിടെ കണക്റ്റ് ആവും. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒന്ന് എടുത്താൽ മതി. ഇവർ ആ ഒരു കേസിൻ്റെ, അവിടെ ഒരു കോർട്ട് കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ ഒരു സ്ട്രോങ് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ തുടർച്ചയായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ ഇവർ കോണ്ടാക്ട് നിങ്ങൾക്ക് തിരിച്ചൊരു മറുപടി ഒന്നും ചിലപ്പോൾ തരുന്നുണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ഒരു ഇതിലാണ് നിങ്ങൾ അവസാനിക്കും, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവിടെ ആ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഡിവൈൻ ഗൈഡൻസ് അവർക്ക് അവിടെ വേണം എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ മുന്നിൽ ഇനി വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയാണെങ്കിൽ അവർ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഇമ്പൾസീവായിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങളെ തടയാൻ ശ്രമിക്കും, പോകുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ജസ്റ്റിസ്, അവിടെ കോർട്ട് കേസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. 10 of Cups ജസ്റ്റിസും ആണ് വന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ കോർട്ട് കേസ് എന്ന്, അതൊരു കോർട്ട് കേസ് തന്നെയാണ്. അവിടെ കേസ് നടക്കുകയാണ്. അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് അവർക്ക് ജഗ്ലിംഗ് വന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ
അവിടെ അവർക്ക് കോർട്ട് കേസിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ജഡ്ജ്മെൻറ്റ് പറയുമ്പോൾ വിധി, ആ കേസിൻ്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വിധി വന്നതിന് ശേഷം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാം എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യും ഉറപ്പായിട്ടും എന്ന് ഇവർ പറയും എന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അവർ തടയുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വെച്ചിട്ട് തുല രാശി കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. അതേപോലെ ബോൺസും കപ്സും ഇതുണ്ട്, പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. Clarify the star. Clarify the star. Why is star card here? Divine, why is star card here? അക്വേറിയസ്, കുംഭരാശിക്കാരെ കൂടുതലായിട്ട് അവിടെ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ സ്റ്റാർ. അതായത് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും, കാരണം ഇവർ അനിശ്ചിതമായിട്ട് നിങ്ങളെ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയിലൊക്കെ നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് കരുതുക. ഓക്കെ, അതായത് നിങ്ങളെ വന്ന് കാണും, പോവും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ തമ്മിൽ. പക്ഷെ നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നിവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു തീരുമാനം, കമ്മിറ്റ്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. ഇവർ കാണുമ്പോൾ പറയും നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ലക്കാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർ പറയും. നിങ്ങളെ സന്തോഷിപ്പിച്ച് നിർത്തും, കാരണം ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇവർ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ അഭിവൃദ്ധി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് ഒരു ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അവിടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് 2 വന്നിരിക്കുന്നത്. 11 കാർഡ്, അതായത് 4 ഓഫ് വോൺസ് വന്ന് അവിടെ കല്യാണം, പ്രപ്പോസൽ, അതൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്തിക്കും എന്നാണ് കാണുന്നത്. അക്വേറിയസ്, കുംഭരാശി കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, കർക്കിടക രാശി, വോൺസ് വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. എത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കും? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. അവർ രണ്ടും കൽപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമെന്ന് തന്നെയാണ് ഡിവൈൻ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അവിടെ അവർ പിന്നെ ആലോചിച്ച് നിൽക്കുകയൊന്നുമില്ല. രണ്ടും കൽപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന് തന്നെ ഡിവൈൻ ഉറപ്പിച്ച് പറയുന്നു. ഓക്കെ, ഡെത്ത്, സ്കോർപ്പിയോ, വൃശ്ചിക രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഏരീസ്, മേട രാശിയും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിപ്പോൾ. അതിലെല്ലാം തന്നെ 4 മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. വെരി പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ക്ലാരിഫൈ. അതാത് സിനാറിയോ വെച്ച് എടുത്തുകൊള്ളുക. രാശികൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഗൈഡൻസിന് വേണ്ടി മാത്രം കേട്ടാൽ മതി. ഈ രാശിക്കാർക്ക് മാത്രമാണ് ഈ ഒരു സ്ഥിതി എന്നില്ല, എല്ലാ രാശിക്കാർക്കും തന്നെ ഇത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്ലാരിഫൈ. 9 ഓഫ് വോൺസ്, അവരവരുടെ സിനാറിയോ അവരവർക്കറിയാം, എങ്ങനെ റെസനേറ്റ് ആവുന്നോ അങ്ങനെ എടുക്കുക. ക്ലാരിഫൈ. 9 ഓഫ് വോൺസ്. ക്ലാരിഫൈ. 9 ഓഫ് വോൺസ്. നിങ്ങളെ അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരിക്കുകയായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങളെ അവരൊരു തീരുമാനം എടുക്കാതെ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഇവർ പക്ഷെ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. സ്നേഹമുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കെയർ ഒക്കെ ഇവർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് അവിടെ അവർ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്നിവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ അവരെ വിട്ട് പോകരുത്, കാരണം നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല.
അതുകൊണ്ട് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം. ഒരു പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായം തേടും. ഓക്കെ, നിങ്ങളെ പറഞ്ഞ് രമ്യതയിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ സഹായം എടുക്കാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടി സംസാരിപ്പിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ ടോറസ് രാശി, ഇടവരാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കേട്ടോ, ഇവർ നിങ്ങളെ വിട്ട് കളയൊന്നുമില്ല. ഇവർ പറയും നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. അവർക്ക് നിങ്ങളെ പേടിയാണെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനെ ഇടപെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. ടു ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ട് സംസാരിക്കും നിങ്ങളെ. റീയൂണിയൻ വരും. റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പ്രോപ്പർ റീയൂണിയൻ ഒന്നും ആയിരിക്കില്ല. നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഇവർ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കേട്ടോ, അതായത് സംഭവം രമ്യതയിൽ പരിഹരിക്കാൻ ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സഹായം തേടി അത് നിങ്ങളെ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് കാണുന്നത്. രമ്യതയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം റീയൂണിയൻ്റെ കാർഡും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കപ്സിൻ്റെ, മോൺസിൻ്റെ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ടോറസ് രാശി ഏറ്റവും കൂടുതലായിട്ട്, ഇടവരാശി ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുണ്ട്. ക്ലാരിഫൈ 6 of Pentacles. Clarify 6 of Pentacles. 6 of Pentacles. അവരുടെ സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം ഇവരെ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് മെസ്സേജസ് ഒന്നും അയക്കുന്നുണ്ടാവില്ല. നിങ്ങളെ ടോട്ടലായിട്ട് ബ്ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന അത് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തേർഡ് പാർട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ പറയും നമുക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്താം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നിവർ പറയും എന്നാണ് കാണുന്നത്. ഇത് വെറും പറച്ചിലാണോ, ആക്ഷൻ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ ഡിവൈൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടും. അതായത് ഒരു നെട്ടൽ ഉണ്ടാവും. പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പോയാൽ അവർ എന്തു ചെയ്യും എന്നൊരു ഒരു പേടി വരെ പിടികൂടും. കേട്ടോ, അവർക്ക് ഒരു റിയലൈസേഷൻ വരും. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ വരും. പിന്നെ ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞങ്ങൾ തമ്മിൽ, അതായത് തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുന്നത്, അവിടെ സ്നേഹമല്ല എന്നുള്ള റിയാലിറ്റി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവർ ശ്രമിക്കും എന്നാണ് കാണുന്നത്. കേട്ടോ, അപ്പോൾ അവർ പറയുന്ന സ്നേഹം നിങ്ങളോടാണ്. അവിടെ ആ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം. 6 of Pentaclesൻ്റെ ഒരാൾക്ക് പൈസ കൊടുക്കുന്നു, മറ്റേ ആൾ ബെഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് സ്നേഹം നിങ്ങൾക്കാണ് തരുന്നത്, അവിടെ തേർഡ് പാർട്ടി വെയിറ്റിംഗ് പീരീഡിലിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. കേട്ടോ, അപ്പോൾ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകരുത്. ഇവർക്ക് തേർഡ് പാർട്ടിയെ പേടിയാണ്. തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആണ്. അവരെ കാണിക്കാനാണ് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അവരോട് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ ഫുൾഫിൽ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസാണ്, സ്നേഹമല്ല എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും എന്നാണ് കാണുന്നത്. കേട്ടോ, ക്ലാരിഫൈ Ace of Pentacles. പ്ലീസ് ക്ലാരിഫൈ Ace of Pentacles. ക്ലാരിഫൈ Ace of Pentacles. ഒരു പുതിയ തുടക്കം ഒക്കെയാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് രീതി, നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം ഇവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ഇവർ പറയും. എന്നിട്ട് പറയും അവിടെ കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് മൂലം നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ
ആക്ഷൻ എടുക്കാതിരുന്നത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവരുടെ ലൈഫിൽ ഉള്ളത് മൂലമായിരിക്കും കേട്ടോ. അവിടെ നിങ്ങളെ ഒരുപാട് സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസിനെ പ്രതി നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മനസ്സ് എല്ലാം ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അവിടെ പ്രശ്നം ഫൈനാൻസസ് ആണ്. ഫൈനാൻസസ് ആയിരുന്നെങ്കിൽ അവിടെ അവർക്കൊരു ഫൈനാൻസിൽ, അതായത് കരിയറിൽ ഒരു ന്യൂ ബിഗിനിങ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ അതിലൊരു ആക്ഷൻ എടുക്കും. നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കൂടെ അവർ തുടങ്ങുമെന്നാണ് കാണുന്നത്. കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരുന്നു അവിടെ. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പകുതി ഇഷ്യൂസ് അവിടെ സോൾവ് ആവും അല്ലേ. അപ്പം അങ്ങനെ അവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദിസ് പീപ്പിൾ. യൂഷ്വലി വരുന്നതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഇന്ന്. Clarify next action for this group. നിങ്ങൾ ഒരു സെലിബ്രേഷൻ മോഡിൽ എത്തുന്നതായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അവർ നിങ്ങളുടെ അടുത്തേക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു പോസിറ്റീവ് ആക്ഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. കപ്സിൻ്റെ മോൺസിൻ്റെ എനർജി ഇവിടെ വീണ്ടും. മോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിയും കൂടെ അവിടെ കണക്റ്റ് ആയതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദ ലവേഴ്സ്. അവിടെ നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് അവർ കാണുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്. അവിടെ ഒരു മൂവിങ് ഓൺ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ അവിടെ അവർക്ക് ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങളത് പറഞ്ഞ് അവർ വിശ്വസിക്കുകയില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയില്ല എന്ന് അവർക്ക് അവിടെ നന്നായിട്ട് തന്നെ അറിയാം. കാരണം അവിടെ രണ്ടുപേർക്കും തന്നെ ഈക്വലി സ്നേഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേരും തന്നെ പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല എന്ന് തന്നെ അവർ പറയും. നിങ്ങൾ അങ്ങനെ എന്നെ വിട്ടു പോവില്ല എന്ന് എനിക്കറിയാം എന്ന് തന്നെ അവർ പറയും. അതൊരു പ്രപ്പോസലിൽ എത്തുന്നതായിട്ടും ഒരു മാരേജിൽ എത്തുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്തായാലും നോക്കിയേക്കാം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഫോർ ഓഫ് വാൻഡ്സ്, വിഷ് ഫുൾഫിൽമെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ അതൊരു മാരേജ് തന്നെയാണ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വിഷ് ഫുൾഫിൽമെൻറ്റ്. രണ്ടാമത്തെ കാർഡും സ്റ്റാർ രണ്ടും തന്നെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് എന്നും വേണം, നിങ്ങൾ വിട്ടു പോകരുത് എന്ന് തന്നെ അവർ പറയും. നിങ്ങൾ വിട്ടു പോവുകയില്ല എന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ജെമിനി, മിഥുന രാശി, ടോറസ്, ഇടവ രാശി, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയത്. ഓക്കെ, ഇതായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സ് മൂവ് ഓൺ ചെയ്തു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സ് മൂവ് ഓൺ ചെയ്തു പോകുകയാണെന്ന് ഇവർ അറിയിച്ചാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും. ദ വേൾഡ്, Four of Cups, Lovers, Hierophant, the Fool, Ten of Wands, Two of Cups. ഒരുവിധം നല്ല കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. വേൾഡ് പറയുമ്പോൾ
ഇവര് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് ഇവര് ലോങ് ഡിസ്റ്റൻസ് മൂലമായിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതോ, കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതല്ല, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉടനെ തന്നെ തരാൻ സാധിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ ലോങ് ഡിസ്റ്റൻസ് മൂലമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവര് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഇവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇവർ പറയും ലോങ് ഡിസ്റ്റൻസ് മൂലം എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യമാണ്, അത് മനസ്സിലാക്കൂ എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കും. പക്ഷേ വരുന്ന സമയത്ത് എന്തായിരിക്കും ആക്ഷൻ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്ത് പോകുമോ എന്നുള്ള ഒരു ഭയങ്കരമായ ഭയം ഇവരെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയും. ലവേഴ്സ് കാർഡ് വെച്ചിട്ട് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെ ഇവർ നിങ്ങളോട് പറയും കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ ഇവർ വിചാരിക്കുന്നു എന്ന് അവർ പറയും. ചിലർ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കും. ഓക്കെ, അവിടെ അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കൂടുതൽ പറയുകയുള്ളൂ. പ്രഥമ ദൃഷ്ട്യ എനിക്ക് തോന്നുന്നു അവർ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാം എന്ന് പറയും. അവിടെ ഒരു പക്ഷേ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ ഒക്കെയാണ് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെയാണ് അവരത് പറയുക. ഇവർ മാരീഡ് ആണെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ചിലർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർ ആ ഒരു ബർഡൻ ഫീൽ ചെയ്ത് വളരെ തളർന്ന് നിൽക്കുന്നത് പോലെയും കാണുന്നുണ്ട്. ചിലർ ഉടനെ തന്നെ ഒരു റീയൂണിയനിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദ വേൾഡ്. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അവർ അവിടെ കാണുന്നത്. അവർ ഓൾറെഡി ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ, ഞാൻ ഓൾറെഡി ഇവിടെ തകർന്നാണ് നിൽക്കുന്നത്, കാരണം നമ്മൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലാണ്, എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ് എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. ഇവർ മിക്കവാറും യൂണിഫോംഡ് ജോബ്സിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. ഇവർ മാനസികമായിട്ട് ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോഴും. ഈ സമയത്ത് നിങ്ങളിത് കാണുന്ന സമയത്തും ഇവർ മാനസികമായിട്ട് ഒറ്റപ്പെട്ട ഒരു നിലയിലാണ് ഇരിക്കുന്നത്. ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയും, അവരുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒന്നുകിൽ അവരുടെ ജോലി സംബന്ധമായിട്ട് അവരവിടെ സ്റ്റക്കാണ്, അവർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ്. ഒന്നുകിൽ ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ സ്ഥിതി അങ്ങനെയായിരിക്കും. പെട്ടെന്ന് അങ്ങനെ ഒരു ലീവ് കിട്ടുന്ന ഒരു ജോലിയൊന്നും ആയിരിക്കില്ല, അതുകൊണ്ടാണ് വരാത്തത്. അല്ലാതെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല. മൂവ് ഓൺ ചെയ്യുന്ന കാര്യമൊന്നും ആലോചിക്കരുത്, ഞാൻ ഓൾറെഡി ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുകയാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഇവർ ശ്രമിക്കും. എന്നിട്ട് പറയും അവരുടെ തീരുമാനം ഉറച്ചത് തന്നെയാണ്, അവിടെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. Clarify the next action here. Clarify the next action here. Next action expected. അവരെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്കും കൂടി വേണ്ടിയിട്ടാണ്, അതായത് ഭാവിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നത് എന്ന് ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് പറയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ, ഇവിടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എനിക്ക് വീണ്ടും ഹെർമിറ്റ് 2 പ്രാവശ്യം ഹെർമിറ്റ് കാർഡ് റിപ്പീറ്റ് ആയിരിക്കുകയാണ്. അവരെ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കും, എൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ, ഞാനും ഇവിടെ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ മാത്രമല്ല എന്നുള്ള രീതിയിൽ ഒരു പറയും. പ്രാക്ടിക്കലായിട്ട് കുറച്ച് ചിന്തിക്കൂ, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതി ആവുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നിവർ പറയും കേട്ടോ. ഏരീസ് മേടരാശിക്കാരെ കുറച്ച് കൂടുതൽ, ക്യാൻസർ, കർക്കിടക രാശി, കന്നി രാശി, വിർഗോ കുറേ കൂടുതൽ, വിർഗോക്കാർ ഒരുപാട് കൂടുതലായിട്ടുണ്ട് കേട്ടോ. അത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 4 of cups, ക്ലാരിഫൈ 4 of cups, ക്ലാരിഫൈ 4 of cups. അവിടെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. അവരെ പറയും നിങ്ങൾ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണമെന്ന് ഞാൻ സമ്മതിക്കില്ല, അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അവരാണിത് നിങ്ങളോട് പറയുക കേട്ടോ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും അവർ സമ്മതിക്കില്ല.
അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്നവർ പറയും. ഇവിടെ കപ്സ് ഏറ്റവും കൂടുതൽ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസിൻ്റെ എനർജി ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സിൽ തന്നെ നെക്സ്റ്റ് ആക്ഷൻ വന്നു അവിടെ. കിങ് ഓഫ് വോൺസ് ആണ്, ദ സണ്ണാണ്. നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ പോസിറ്റിവിറ്റിയാണ്, അവരുടെ സ്നേഹമാണ്, അവരുടെ ലൈഫാണ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളെ പോവാൻ ഇവർ അനുവദിക്കില്ല. ഓക്കെ. ചിങ്ങരാശി, ലിയോ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ പോസിറ്റീവ് എനർജി അല്ലേ. ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. അവിടെ ഒരു സംശയം വേണ്ട. ലവേഴ്സ് വരുന്ന അവിടെ അത് ആക്ച്വലി ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ മറ്റു കാർഡ്സ് ക്ലാരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എംപ്രസ് ആണ് അവരുടെ ലൈഫിൽ, ആണായാലും പെണ്ണായാലും എംപ്രസ് എനർജിയാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവിടെ ഇല്ല. അപ്പോൾ അവർ നിങ്ങളെ പോകാനൊന്നും അനുവദിക്കില്ല ഒരു കാരണവശാലും. നിങ്ങളുമായിട്ടൊരു ഫാമിലി, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർ നിങ്ങളോട് പറയുകയും ചെയ്യും. നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് വേണ്ട എന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് ആണ്. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല അവരുടെ ലൈഫിൽ. ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ. ജമുനായി, മിഥുന രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, ഇടവ രാശി. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. നെക്സ്റ്റ് ആക്ഷൻ. ദ ഫൂൾ. അവിടെ എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട്. ഡെത്തിൻ്റെ കാർഡാണ്. ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവർ വരും. കാരണം നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഓക്കെ. അവിടെ മേടരാശി, ഏരീസ് രാശി കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. സ്കോർപ്പിയോ, വൃശ്ചിക രാശിയും അവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലും മേജർ അർക്കാന കാർഡ്സ് ആണ് അവിടെ കേട്ടോ. ക്ലാരിഫൈ ഹെയറോഫാന്റ്. പ്ലീസ് ക്ലാരിഫൈ ഹെയറോഫാന്റ്. പ്ലീസ് ക്ലാരിഫൈ ഹെയറോഫാന്റ്. അവിടെ ഇവരെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ 2-3 സിനാറിയോ വരുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ ഇവർക്ക് ഇവരുടെ അമ്മയെ പേടിയാണ്. ഓക്കെ. ഇവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇവർ പറയും ഇവർ മുന്നോട്ട് വരാത്തത് ഈ ഒരു പേഴ്സണെ പേടിച്ചിട്ടാണ്. ഇവർ വിവരങ്ങൾ അറിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നിവർ പേടിക്കുന്നുണ്ട് എന്ന് അവർ പറയും. മേജറായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം അവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ടും റിലിജ്യൻ ഡിഫറൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ലൈഫിലുള്ള സ്ത്രീ സാന്നിധ്യത്തെ ഇവർക്ക് പേടിയാണ്. അത് കൂടുതലായും ഇവരുടെ അമ്മയാവാനാണ് സാധ്യത. ഓക്കെ. അവർ വിചാരിക്കേണ്ടത് ഇവർ കുറേ എന്താ പറയുക, ബ്ലാക്ക് മാജിക് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, സ്പെൽസൊക്കെ ചെയ്ത് ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് അവർക്കുണ്ട് കേട്ടോ. അവിടെ ഇവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ. ഈ പേഴ്സൺ അവരുടെ അടുത്തുനിന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഫൈനാൻസസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പൈസ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചറായിരിക്കാം. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും ആയിരിക്കാം. സ്പിരിച്വൽ ആയിട്ടൊരു പേഴ്സൺ ആയിരിക്കാം. പ്രീസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഒരു ജോബ് ചെയ്യുന്ന ഒരാൾ. അസ്ട്രോളജർ ആയിരിക്കാം. പിന്നെ വേറെന്താണ്, കൂടുതൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹീലർ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ആണായാലും പെണ്ണായാലും കേട്ടോ. അവിടെ ഇവർ പറയുന്നത് എനിക്ക് ഇവരുമായിട്ട്, ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ളത് ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് മാത്രമാണ്. അതായത് റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. അതുമല്ല എനിക്ക് ഇവരെ പേടിയുമാണ് എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഫൈനാൻഷ്യൽ
ഗിവ് ആൻഡ് ടേക്ക് മാത്രമേ ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ റിലിജനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഭയം, അതായത് അതിനൊക്കെ എതിരായിട്ട്, സൊസൈറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താലുള്ള പ്രത്യാഘാതം എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് പേടിയുണ്ട് എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, കാരണം ഹെയറോഫൻ്റ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് സോഷ്യൽ സ്റ്റാറ്റസ്, അവർ അറിയപ്പെടുന്ന ഒരാളുമായിരിക്കും സൊസൈറ്റിയിൽ. അപ്പം എനിക്ക് അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് പേടിയുണ്ട് എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. വീണ്ടും ഹെയറോഫൻ്റ് ആണ് കേട്ടോ. അവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറയും, അവരവിടെ കുറച്ച് സെൽഫിഷായിട്ട് ചിന്തിക്കുമെന്ന്. അവർ കുറച്ച് സ്വന്തം കാര്യം, സ്വന്തം നിലനിൽപ്പ്, അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്യും എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ പ്രതി ആക്ഷൻ ഒന്നും അവിടെ വരില്ല എന്നാണ് അർത്ഥം കേട്ടോ. അവർ കുറച്ച് എനിക്ക് എൻ്റെ കാര്യം തന്നെ ഫോക്കസ് ചെയ്യാതെ പറ്റില്ല, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ പറയും. അവിടെ ആക്ഷൻ ഒന്നും വരുന്നില്ല. ഓക്കെ, ഒന്നുകിൽ പേടി മൂലം, അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റാറ്റസ് അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ചിന്ത മൂലം. ക്ലാരിഫൈ ദ ഫൂൾ. ക്ലാരിഫൈ ദ ഫൂൾ. ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ വിചാരിക്കാം, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ള രീതിയിൽ. അവരൊരു ഹൈലി പാഷനേറ്റ് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ട്, ഇമ്പൾസീവായിട്ട്, എനർജറ്റിക് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായി വരും. സ്പീഡി ആക്ഷൻ അവരുടെ സൈഡിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും ഇവർ സമ്മതിക്കില്ല. ഓക്കെ, ഇവിടുത്തെ ഇത് പറഞ്ഞില്ലല്ലോ, ഹെയറോഫൻ്റ് ഞാൻ പറഞ്ഞു. ഹെയറോഫൻ്റ് വെച്ച് ടോറസ് രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. പൈസസ് മീന രാശി, ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഇടവം കന്നി മകരം, അത്രയുമാണ് അവിടെ കണക്ട് ആയത്. ഇവിടെ കണക്ട് ആയത് ഫൂള് വെച്ചിട്ട് ഏരീസ് മേടരാശി കുറച്ച് കൂടുതൽ, വോൺസ് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. അവിടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നെക്സ്റ്റ് ആക്ഷനായിട്ട് വരുന്നത്, കാരണം സ്പീഡി കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഉറച്ച തീരുമാനവുമായിട്ട് എന്ന് അതാണ് ചാരിയറ്റ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ചാരിയറ്റ് പറയുമ്പോൾ ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മുന്നിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ അവരെത്തും എന്നും പറയുന്നു. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കും ഒരു ഉറച്ച തീരുമാനവുമായിട്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ചാരിയറ്റിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ കർക്കിടക രാശിയും, ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഇടവം കന്നി മകരവും കൂടെ അവിടെ കണക്ട്. ക്ലാരിഫൈ 10 ഓഫ് വോൺസ്. ക്ലാരിഫൈ 10 ഓഫ് വോൺസ്. അവിടെ ഫസ്റ്റ് കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫസ്റ്റ് കാർഡ് കാണുമ്പോൾ തന്നെ ഏകദേശം സിറ്റുവേഷൻ മനസ്സിലാവും നമുക്ക്. 10 ഓഫ് വോൺസ്. ക്ലാരിഫൈ 10 ഓഫ് വോൺസ്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. അവിടെ ഒരു കേസ് ഉറപ്പായിട്ടും നടക്കുന്നുണ്ട്. കേസ് നടക്കുന്നത് കൊണ്ട് ആ ഒരു കേസിൻ്റെ രീതികൾ മൂലം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഭയങ്കര ബേർഡൻ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഇതിൻ്റെ സെറ്റിൽമെൻ്റ് ആവുന്നവരെ, കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആവുന്നത് വരെ യാതൊരു ആക്ഷനും എടുക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും ആ കേസ് നടക്കുന്ന കാര്യം. അറിയില്ലെങ്കിൽ ആ കേസിനെ പറ്റിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയും, ഇന്നതുകൊണ്ടാണ്, ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. സ്ട്രെസ്സാണ് 10 ഓഫ് വോൺസ്. വീണ്ടും 10 ഓഫ് വോൺസ് 2 പ്രാവശ്യം. അപ്പോൾ എന്തുമാത്രം സ്ട്രെസ്സ്, എന്തുമാത്രം ബേർഡൻ അവരനുഭവിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറയും. അവർക്ക് അവിടെ ഹെൽപ്ലെസ് ആണ്, മനസ്സിലായില്ലേ? അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ്സ് മാത്രമേ ഉണ്ടാവൂ, ഞാൻ ഓൾറെഡി ബേർഡൻഡ് ആണ് എന്ന് ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. അവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ ആണ്. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ്. അവിടെ വോൺസിൻ്റെ എനർജി ആണ് ഏറ്റവും കൂടുതലായിട്ട് വന്നത്. ജസ്റ്റിസ്, ലിബ്ര,
തുലാ രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഇവിടെ കണക്റ്റ് ആയത്. ക്ലാരിഫൈ. 2 ഓഫ് കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. 2 ഓഫ് കപ്സ്. അവിടെ ഒരു പ്രപ്പോസൽ ഒക്കെ തന്നെയാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നവർ തീരുമാനിക്കും. അവരുടനെ വന്ന് നിങ്ങളെ കാണും. കാരണം അവർക്കും നിങ്ങൾക്കും പരസ്പരം ഒരുപാട് സ്നേഹമാണ്. കാരണം 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അല്ലേ. അപ്പോൾ അവിടെ ഈക്വൽ ലവ് ഈ രണ്ട് വശത്തും കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നൊന്നും പറഞ്ഞ് അവർ സമ്മതിക്കില്ല. ഒരു പ്രപ്പോസൽ നിങ്ങളുമായിട്ട്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു കല്യാണം ഒക്കെ തന്നെ അവർ സജസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നിങ്ങളെ വിട്ടയക്കൊന്നുമില്ല അവർ. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഉടനെ നിങ്ങളെ വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് പറയും നമുക്ക് ഒരു ഫാമിലി ആവണം, നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി എനിക്ക് തരണം എന്ന് അവർ പറയും. നമുക്കൊരു ഫാമിലി ആയിട്ട് ജീവിക്കാം എന്ന് തന്നെ അവർ പറയും. ഓക്കെ, അവിടെ യാതൊരു സംശയവും വേണ്ട. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. വേറെന്താ? ഡെത്ത്, സ്കോർപ്പിയോ, വൃശ്ചിക രാശി കൂടുതലായിട്ടുണ്ട്. പിന്നെ വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള. ഇനി അടുത്ത ഗ്രൂപ്പുകാർക്ക് പോവാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOP QRSൽ തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സ് മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ ആക്ഷൻ എന്തായിരിക്കും എന്നൊന്ന് കാണിച്ചു തരൂ ഡിവൈൻ. ടു ഓഫ് പെൻറ്റക്കിൾസ് തനിയെ വീണു കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ്. 10 ഓഫ് wands, 2 ഓഫ് swords. ഫുൾ കൺഫ്യൂഷൻ ആണ് അവിടെ. 9 ഓഫ് swords, Knight ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ദി എംപറർ. ഇവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത്. ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ട്, കൂടുതലും ജഗ്ലിങ്, സ്ട്രെസ്സ്, സ്ലോയിങ് ഡൗൺ എനർജി, ബേർഡൻ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു കേസിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടിയാണ് ഇവർക്ക് പ്രശ്നമായിട്ട് കാണുന്നത് കേട്ടോ. 5 ഓഫ് പെൻറ്റക്കിൾസും 3ഉമാണ് വന്നിരിക്കുന്നത്. പൈസസ് രാശിക്കാർ, മീന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണ് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നത്. ഇവരുടെ അടുത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആ സിറ്റുവേഷനിൽ ടോട്ടലി സ്റ്റക്കാണ്. ഇവർക്ക് വിഷമിച്ചിരിക്കാൻ മാത്രമേ അവിടെ സാധിക്കുകയുള്ളൂ. അവരുടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, അതേ സമയം ഫൈനാൻഷ്യൽ ട്രബിൾ അവിടെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ ജഗിൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മിസ്സിങ് എനർജിയാണ്, ഇൻസെക്യൂരിറ്റിയാണ്. നിങ്ങൾ സത്യത്തിൽ അവർ വിട്ടുപോകുമോ എന്നുള്ള പേടി അവർക്കുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? അവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് സോർട്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്. പെൻറ്റക്കിൾസ് തന്നെയാണ് അവിടെ പ്രശ്നം. അവിടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾ സത്യത്തിൽ ഇവരെ വിട്ടു പോകുമോ, പോയാൽ ഇവർക്ക് മേജർ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും, എൻ്റെ ഹൃദയം തകർന്നു പോകും എന്ന് നിങ്ങളുടെ അടുത്ത് അവർ പറയും. അവർക്ക് ആ സിറ്റുവേഷൻ മറികടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സേവിങ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുവരെ ആ സിറ്റുവേഷൻ മറികടക്കുന്നത് വരെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. സ്പോർട്സിൻ്റെ എനർജിയും കൂടെ അവിടെ കണക്റ്റായി. ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ 10 ഓഫ് wands. ക്ലാരിഫൈ 10 ഓഫ് wands.
അവിടെ 6 of Swords, ടവർ. ഓ, 6 of Swords ടവറും. അവിടെ മൂവിങ് അവേ ആണ് കാണുന്നത്. അവർക്ക് ആ ഒരു ടവർ മൂവ്മെൻറ്റ് ലൈഫിലുണ്ട്. ഇവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്ത് പോയിക്കോളാൻ പറയും എന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ അവർ യാതൊരു ആക്ഷനും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. മൂവ് ഓൺ ചെയ്ത് പോയിക്കോളൂ എന്ന് പറയുന്നതായിട്ടാണ് കാണുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, വാൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. നെക്സ്റ്റ് ആക്ഷൻ, എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ അവർ എടുക്കൂ, എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ. അവിടെ അവർ കുറച്ച് സെൽഫിഷായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ അവർ കുറച്ച് സെൽഫിഷായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആവാതെ അവർക്ക് യാതൊന്നും ചെയ്യാൻ അവിടെ സാധിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതൊരു പ്രോപ്പർട്ടി റിലേറ്റഡ് കേസാണ് ഇവരുടെ ഫാമിലിയുമായിട്ട്. അവിടെ ഇവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവർക്ക് പ്രോപ്പർട്ടി കിട്ടില്ല, അങ്ങനെ ഒന്നാവും. അല്ലെങ്കിൽ ഈ കേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ പുറത്തറിഞ്ഞാൽ ഇവർക്ക് സെറ്റിൽമെൻറ്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് അവർ വേറെ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഈ കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആവുന്നത് വരെ അവർ നിങ്ങൾക്ക് വേണ്ടി യാതൊരു ആക്ഷനും എടുക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. തുല, ലിബ്ര രാശി കുറച്ച് കൂടുതലായിട്ട് കണക്കായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ചുരുക്കി പറഞ്ഞ എല്ലാ രാശിയും തന്നെ അവിടെ കണക്റ്റായി. ഓക്കെ, ക്ലാരിഫൈ. 2 of Swords, അവിടെയും ജഗ്ലിംഗ് ആണ്. ക്ലാരിഫൈ 2 of Swords, ക്ലാരിഫൈ 2 of Swords, അവിടെയും ജഗ്ലിംഗ് ആണ് കാണുന്നത്. അവിടെ 2 of Cups and the Chariot, അവിടെ നേരെ തിരിച്ചായി. കഥയെ വേറെ തിരിച്ചായി. അപ്പോൾ അവർ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നെങ്കിൽ, ഓക്കെ, തീരുമാനമെടുക്കാതെ ആടിക്കളിച്ച് നിൽക്കുകയായിരുന്നു അവിടെ. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളെ കാണാൻ വരും എന്നാണ് കാണുന്നത്. 2 of Cups, നിങ്ങൾക്കും അവരെയും അവർക്ക് നിങ്ങളെയും ഒരുപോലെ ഇഷ്ടമാണ് എന്ന് ഇവർക്കറിയാം. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമായിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്യാൻസർ, കർക്കിടക രാശി കൂടുതൽ. അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ, ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഈ റിയൂണിയനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് വരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലേക്ക് ടേൺ ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ജഗ്ലിംഗ് കാണുന്നുണ്ടല്ലോ. ആ സിറ്റുവേഷൻ നല്ലതായിട്ട് ടേൺ ചെയ്ത് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനവും കൂടെ അവിടെ കണക്റ്റായി. വീല് വെച്ചിട്ട് ആക്ച്വലി എല്ലാ രാശിയും തന്നെ അവിടെ കണക്റ്റ് ആവുന്നുണ്ട്. ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords. അവിടെ അവർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇത് എന്താണ്, നിങ്ങളിങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകുമെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് സ്ട്രെസ്സിൽ വരുന്നുണ്ട്, ഡിപ്രഷനും ആങ്സൈറ്റിയും ആങ്ഷ്യസ് ആവും. ഓക്കെ, അയ്യോ അവർ വിട്ടു പോകുമോ എന്നുള്ള ഭയങ്കരമായ ഭയം ഇവർക്ക് ഉണ്ടാവും. അവർ ഉടനെ തന്നെ മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് അവർ വരുമെന്നാണ് കാണുന്നത്. നിങ്ങളെ പോവാൻ അവർ അനുവദിക്കില്ല, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയില്ല അവർ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നെക്സ്റ്റ് ആക്ഷൻ, സ്ട്രെങ്തും ക്വീൻ ഓഫ് സ്വാർഡ്സും. അവിടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും
സ്ട്രെങ്ത്തും പേജ് ഓഫ് പെൻറ്റക്കിൾസും കേട്ടോ. സ്ട്രെങ്ത്തും പേജ് ഓഫ് പെൻറ്റക്കിൾസും അവിടെ ഇവരുടെ ഭാഗത്തൊന്നും ഉടനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും കാര്യം ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യം, മൂവ് ഓൺ ചെയ്ത് പോകുന്ന കാര്യം ഒന്നും ആലോചിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉടനെ ഒരു മെസ്സേജ് അവരുടെ സൈഡിൽ നിന്ന് വരും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകരുത് എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായല്ലോ. അപ്പോൾ സ്ട്രെങ്ത് ലിയോ രാശി, ചിങ്ങ രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരവും കൂടെ അവിടെ കണക്റ്റായി. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ദ വേൾഡും 8 ഓഫ് പെൻറ്റക്കിൾസും, ദ വേൾഡും 8 ഓഫ് പെൻറ്റക്കിൾസും. അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എനർജി സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ ജോലി സംബന്ധമായിട്ട് നിങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ചിലപ്പോൾ പോയിട്ട് അധികമായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഉടനെ ഓടിപ്പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവിടെ അവരുടെ ജോലി, കരിയർ പ്രധാനമാണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ഒരു വിഷയമാണ്. അവർക്ക് ഓടിപ്പിടച്ച് എത്താൻ സാധിക്കില്ല. അതുമൂലം അവരുടെ എനർജി സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. വീണ്ടും ദ വേൾഡ്, ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ അവർ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കാനല്ലാതെ അവർക്ക് അവിടെ യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ള സ്ഥിതിയാണ്. അവിടെ ഇഷ്ടക്കുറവോ കാര്യങ്ങളൊന്നും അല്ല. അവിടെ പ്രശ്നം വരുന്നത് ലോങ് ഡിസ്റ്റൻസ് ആണ്, ഓടി എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ. അതുകൊണ്ടാണ് അവർ ആ ഒരു ഹെർമിറ്റ് മോഡിലേക്ക്, ഒറ്റപ്പെട്ട മോഡിലേക്ക് അവർ പോയി അവിടെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായിരിക്കും അവരുടെ റിയാക്ഷൻ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം ഏറ്റവും കൂടുതൽ. വിർഗോ, കന്നി രാശിയും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ട്. ക്ലാരിഫൈ 8 of wands, clarify 8 of wands, clarify 8 of wands. The sun and 9 of wands. The sun and, അതായത് ഇവർ നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തി കാണും. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന കാര്യമൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഇവർ മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചത്. അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കുടനെ ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും അവർ ചെയ്ത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇന്ന കാരണം കൊണ്ടാണ് അവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർ ശ്രമിക്കും. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഫൂളും 2 of കപ്സും ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഉടനെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ളൊരു തീരുമാനം, റിസ്ക് ഫാക്ടേഴ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഒരു റീയൂണിയനിലേക്ക്, നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഫുള്ള് വെച്ചിട്ട് ഏരീസ്, മേടരാശി കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, സണ്ണ് വെച്ച് ലിയോ, ചിങ്ങരാശി കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ക്ലാരിഫൈ ദ എംപറർ. ഇവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ. ക്ലാരിഫൈ ദ എംപറർ, ക്ലാരിഫൈ ദ എംപറർ. ഇവർ പറയും 2 of wands and knight of swords. അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് അവിടെ ചിന്തിക്കുന്നവരാണ്. എടുത്ത് ചാടി ഒന്നും തീരുമാനം എടുക്കരുത് എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ, പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. 2 of wands അവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവർ പറയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ. ഇമ്പൾസീവായിട്ട് എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുത്താൽ അത് അബദ്ധത്തിൽ കലാശിക്കും. ലോങ് ഡിസ്റ്റൻസും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിങ്ങളോട് പറയും പല പല പ്രശ്നങ്ങളുണ്ട്,
അതെല്ലാം ആലോചിച്ച് സമാധാനപരമായി മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവിടെ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, അങ്ങനത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ഈഗോ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇവർ തീരുമാനിച്ചത് പോലെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതും ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇവരെ എന്ത് തന്നെ പറഞ്ഞ് പേടിപ്പിച്ചാലും അവർ ആ പ്രാക്ടിക്കാലിറ്റി വിട്ട് കളിക്കില്ല. അവർ എടുത്ത് ചാടി ഒരു തീരുമാനവും എടുക്കില്ല. അവരത് തന്നെ നിങ്ങളുടെ അടുത്ത് പറയും. ക്ലാരിഫൈ ദ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ ഡിവൈൻ? എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ ഇവിടെ? 7 of Wands and 4 of Cups. ഓക്കെ, നിങ്ങളുടെ അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ഉള്ളിലേക്ക് നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, ഇവർ നിങ്ങൾ വിട്ടിട്ട് പോകുമെന്നുള്ള പേടിയൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും വരും. പക്ഷേ ഇവിടെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയിട്ടും നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ മുഖം തിരിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മിസ്സിങ് എനർജിയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെക്കുന്നതായിട്ട്, ഇവരുടെ ഫീലിംഗ് മനസ്സിൽ അടക്കി വെച്ചിട്ട് നിങ്ങളുടെ ഫീലിങ്സിന് നേരെ മുഖം തിരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മുഖം തിരിച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ആക്ഷൻ ഒന്നും വരില്ല എന്നർത്ഥം, ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. അവിടെ ഏരീസ് മേടരാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇതായിരുന്നു ഈ ഗ്രൂപ്പുകൾ. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. ഇവർ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? Four of Cups, Star, Eight of Wands, Seven of Swords, Judgment, Seven of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 10 ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ പലരും മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ മിസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പോവരുത് എന്ന് തന്നെ പറയും. നിങ്ങളെ അവരുടെ ലൈഫിൽ മിസ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, അതുകൊണ്ട് പോവരുത് എന്ന് തന്നെ പറയും. സ്റ്റാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ വിചാരിക്കുന്നു. അവരെ വിട്ടു പോകരുത് എന്ന് തന്നെ പറയും. ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ നിങ്ങളൊന്ന് കോൾ ചെയ്യാനോ സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാനോ ഒക്കെ ഇവർ ശ്രമിക്കും. 7 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. അതൊരു ചീറ്റിംഗ് എനർജിയാണ്. കാര്യങ്ങൾ ഒളിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതൊന്ന് നോക്കിയിട്ട് പറയാം. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയും. ക്ലാരിഫൈ ചെയ്യാം. ചിലർ ബ്ലോക്ക് മാറ്റുന്ന മട്ടൊന്നും കാണുന്നില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലർ ഒരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതും ക്ലാരിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യമേ പോസിറ്റീവ് മാത്രം പറയാത്തത് പിന്നീട് നോക്കുമ്പോൾ നെഗറ്റീവ് വന്നാൽ ആദ്യം പോസിറ്റീവ് പറഞ്ഞിട്ട് പിന്നീട് നെഗറ്റീവായി എന്നുള്ളൊരു മനസ്താപം നമുക്ക് വരും. അതുകൊണ്ടാണ് 2 സിനാറിയോ അവിടെ പറഞ്ഞത് കേട്ടോ. ക്ലാരിഫൈ. 4 of Cups. Clarify. 4 of Cups. King of Wands and 5 of Cups. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവരത് തന്നെയാണ് പറയുക. നിങ്ങളില്ലാതെ
അവരാകെ ഒറ്റപ്പെട്ടു പോകരുത് എന്ന് തന്നെ പറയും. കാരണം നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്, ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ മിസ്സിങ് എനർജി ഇപ്പോഴേ മിസ്സിങ് എനർജി ആണ്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് ഇവരും സന്തോഷിച്ചൊന്നും അല്ല അവിടെ ഇരിക്കുന്നത് കേട്ടോ. കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമിച്ച് തന്നെയാണ് അവരും ഇരിക്കുന്നത്. അവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ ഇവർ വല്ലാതെ വിഷമിച്ച് പോകരുത് എന്ന് തന്നെ പറയും കേട്ടോ. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. കപ്സിൻ്റെ എനർജിയാണ് കൂടുതൽ. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ വരുന്ന അവിടെയാണ് നമുക്ക് എന്തെങ്കിലും ഇവർ ചെയ്യില്ലേ എന്നുള്ളത് മനസ്സിലാവുക അല്ലേ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. മെസ്സേജ് അയക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിട്ടു പോകരുത് എന്നൊക്കെയുള്ള രീതിയിൽ മെസ്സേജ് അയക്കും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒരു കാർഡ് കൂടെ വേണം. സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വരാം. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ സുഹൃത്തുക്കളുടെ സഹായം, നിങ്ങളെ ഇവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ ഇവരിൽ ചിലര് ഇവരുടെയോ നിങ്ങളുടെയോ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കും. ഈ കാര്യം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പേടിക്കും. അതായത് നിങ്ങൾ വിട്ടു പോകുന്നുള്ളൊരു പേടി വരുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത്. അവിടെ കപ്സിൻ്റെ എനർജി തന്നെയാണ് കൂടുതൽ. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ബാക്കി ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ക്ലാരിഫൈ ദ സ്റ്റാർ. അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട് അവിടെ. അവിടെ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. അവിടെ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആണെന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ ധൈര്യത്തെ അവർ മാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ ഡിറ്റർമിനേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഉടനെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങളങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ആകെ ടെൻഷനാവും. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. അവിടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കിങ് ഓഫ് കപ്സ്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് 8 ഓഫ് വാൻസിൻ്റെ എനർജി കമ്മ്യൂണിക്കേഷനാണ്. അവിടെ നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ വാൻസിൻ്റെയും കപ്സിൻ്റെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അക്വേറിയസ്, കുംഭരാശി, വാൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം. ഒരുവിധം എല്ലാ രാശിയും തന്നെ അവിടെ വന്നു അല്ലേ. ക്ലാരിഫൈ 8 ഓഫ് വാൻസ്. അവരുടനെ നിങ്ങളെ വിളിക്കും ഈ ഇത് വെച്ചിട്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 8 of wands. Clarify 8 of wands. Divine. Clarify. അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ലവേഴ്സ് കാർഡും ഏസ് ഓഫ് പെൻഡക്കിൾസും ആണ്. അപ്പോൾ അവർ നിങ്ങളെ വിളിച്ച് പറയും, നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. നമുക്കൊരു പുതിയ തുടക്കം വേണം, ഒരു ലൈഫ് ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ കാണുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കും. കാരണം അവർക്ക് വിചാരമുണ്ട് നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുമായി ഒരു ന്യൂ ബീനിങ് വേണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. നിങ്ങളെ വിട്ട് കളയില്ല. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. നെക്സ്റ്റ് ആക്ഷൻ. കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഒരു മാരേജ് ഒക്കെ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് നമ്മൾ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. പെൻഡക്കിൾസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. മിഥുന രാശി, ജമുനായ് കുറച്ച് കൂടുതലുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു.
ഓക്കെ, ഇനി 7 of Swords. Clarify 7 of Swords. Clarify 7 of Swords. അവിടെ 8 of Cups, Queen of Cups. ഇവിടെ അവർ പറയുന്നത് അവിടെ ഒരു ഇമോഷൻ കാണുന്നുണ്ട്. ആ ഇമോഷൻ എന്ന് എനിക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. കാരണം അവിടെ ഡിസെപ്ഷൻ ആണ്, അത് പറ്റിക്കലാണ് കാണുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. എന്ത് തരം ഇമോഷനാണ് ഇവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്? ഡിവൈൻ 3 of Wands. ഓക്കെ, അവിടെ ഇവർ അവിടെ നിന്ന് വോക്ക് അവേ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതായത് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വോക്ക് അവേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ വെരി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസും ആയിരിക്കും. ഇവരുടെ സ്പൗസിനെ ഒളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയെ ഒളിച്ചിട്ടാണ്, സ്പൗസ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവരെ ഇമോഷണലി കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഇവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ തേർഡ് പാർട്ടിയോടുണ്ട്. ഓക്കെ, അത് ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ, ഇത് അവരുടെ ഭാര്യയോ ഭർത്താവോ ആണെന്നിരിക്കട്ടെ. ഈ നിങ്ങളുടെ പേഴ്സണ് അവരോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അത് ഇവർ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അത് പറയാതെ നിങ്ങളെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ പോയിക്കോളൂ എന്ന് പറയുമെന്നല്ലാതെ അവർ വേറെ ഒരു ആക്ഷനും അവിടെ എടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. എന്താണോ കാണുന്നത് അതെനിക്ക് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അവരവിടെ ആ തേർഡ് പാർട്ടി, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഷുഗർ കോട്ടഡ് റീഡിങ് നമുക്ക് പറ്റില്ല എന്നറിയാമല്ലോ. വിഷമത്തോടെയാണ് പറയുന്നതെങ്കിലും ഉള്ള സത്യം പറയാതെ പറ്റില്ല. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡിവൈൻ? എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ സാധ്യത അവിടെ വരുന്നുണ്ടോ? അവിടെ ടവറാണ്. ഞാൻ ഈ ഒരൊറ്റ കാർഡേ എടുക്കുന്നുള്ളൂ. ടവറാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സൈഡിൽ നിന്ന് ഒരാക്ഷനും അവിടെ വരില്ല. ഓക്കെ, ഒരു കാർഡ് കൂടെ എടുക്കുവാണെങ്കിൽ റെസ്ട്രിക്ഷൻ ആണ് അവിടെ വരുന്നത്. 9 of Wands. ടവർ എന്ന് വന്നുമ്പോൾ തന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ഷനും അവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. അവിടെ രാശി വരുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. മേടം, ചിങ്ങം, ധനുവാണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ക്ലാരിഫൈ ജഡ്ജ്മെന്റ്. ക്ലാരിഫൈ ജഡ്ജ്മെന്റ്. ക്ലാരിഫൈ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അവർ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടതായിട്ട് ഉള്ള സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ട്. അവർ അത് മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും എന്നൊക്കെ പറയുമ്പോൾ ഇവർ നിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. നിങ്ങളോട് സംസാരിച്ച് കാര്യം ക്ഷമയോടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ഷമാപണമൊക്കെ ചെയ്യണമെങ്കിൽ അവരത് ചെയ്യും. അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് തടയാൻ അവർ ശ്രമിക്കും കേട്ടോ. കാരണം ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന്. അപ്പോൾ ഉടനെ അങ്ങ് വിട്ട് കളയൊന്നുമില്ല. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് ആക്ഷൻ എന്താ വരിക ഇവിടെ? എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് ഇവിടെ വരിക? എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് ഇവിടെ വരിക? ഏസ് ഓഫ് വാൻസ്. ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇവർ പറയും നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പെസിഫൈ ചെയ്തിട്ട് നിങ്ങളെ സമാധാനിപ്പിച്ചിട്ട് ഇവരുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കും കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അക്വേറിയസ്, കുംഭരാശി, പിന്നെ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, തുലാരാശി, ലിബ്ര, തുലാരാശി കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ക്ലാരിഫൈ 7 of Wands. 7 of Wands ഒക്കെ വരുന്നവിടെ നമുക്ക് അറിയാം അത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാരിഫൈ 7 of Wands.
അവിടെ അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയും. അവിടെ അവർ ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ വരുമോ എന്നുള്ള നെക്സ്റ്റ് ആക്ഷനിൽ നോക്കാം. അവർ ആ സിറ്റുവേഷനിൽ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മീനരാശി, പൈസസ് രാശിക്കാർ അവിടെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു സ്റ്റക്കായിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടെ വന്ന നെഗറ്റീവ് കാർഡ്സ് ആയതുകൊണ്ട് ചിന്തകൾ മാറി വരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. അവിടെ സ്റ്റക്ക് തന്നെയാണ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. വിൽ ദർ ബി എനി സോർട്ട് ഓഫ് നെക്സ്റ്റ് ആക്ഷൻ? എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് വരുമോ? എംപറർ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് അവിടെ മിണ്ടാതിരിക്കുന്നതാണ് കാണുന്നത്. 5 ഓഫ് കപ്സ് ആണ്, നെഗറ്റീവ് കാർഡാണ്. പ്രാക്ടിക്കൽ ചിന്ത മൂലം, കാരണം സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ. റെസ്പോൺസിബിലിറ്റീസ് കാണുമായിരിക്കും, അതുകൊണ്ടാണ് അവർ. എംപറർ എന്നൊക്കെ പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് മൂലമായിരിക്കും നിങ്ങളെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മേഡം, ഏരീസ് രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പൈസസ്, മീന രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ സ്റ്റെബിലിറ്റി എന്നൊക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണോ, ഫാമിലിക്ക് സ്റ്റെബിലിറ്റി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ സ്ലോയിങ് ഡൗൺ എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫാമിലിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാരണം 3 ഓഫ് പെൻറ്റക്കിൾസുമാണ്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവിടെ അവരുടെ ഫാമിലിയാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് മൂലം ആ ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയും ആവാം, അതായത് പാരൻസ് ആവാം, സ്പൗസ് ആവാം. ഓക്കെ, അവിടെ ഫാമിലിയോട് കമ്മിറ്റ്മെൻറ്റ് വരുന്നതുകൊണ്ടും ഫാമിലിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതുകൊണ്ടും നിങ്ങളോടുള്ള എനർജി സ്ലോ ഡൗണിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. എന്നാലും നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. പെൻറ്റക്കിൾസ് വെച്ച് എല്ലാം പെൻറ്റക്കിൾസാണ് അവിടെ. ഫൈനാൻഷ്യൽ ഗെയിന് നോക്കിയിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഫാമിലിക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ട് ഇവരുടെ, അതുകൊണ്ട് ഇവർക്ക് അവരെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല. 2 രീതിയിലും ആവാം. ഒന്നുകിൽ ഇവർക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കാണും, അല്ലെങ്കിൽ ഇവർ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കൊടുക്കേണ്ട സാഹചര്യം കാണും. ഓക്കെ, അതുകൊണ്ടാണ് ഇവർ ഫാമിലിയെ വിട്ട് വരാൻ തയ്യാറല്ലാത്തത്. അവിടെ ക്യാൻസർ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ ഡിവൈൻ ഈ കേസിൽ? ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും രീതിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ഹെയർ ഓഫ് എൻഡും കിങ് ഓഫ് സ്പോർട്സും ആണ് അവിടെ ഫാമിലിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അവർ മിണ്ടാതെ, അവർ സ്റ്റേണായിട്ട് മിണ്ടാതിരിക്കും, കല്ലുപോലിരിക്കും എന്ന് പറയില്ലേ, അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഹെയർ ഓഫ് എൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഫാമിലിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ടോറസ് രാശി, ഇടവരാശി വളരെ കൂടുതലായിട്ട് ഉണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം അടുത്ത രാശിക്കാർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് പോസിറ്റീവാണ്, ചിലർക്ക് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് വന്നവർ ടെൻഷൻ ആവാതിരിക്കുക. മനുഷ്യൻ്റെ എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. ഫീലിങ്സ് ഇന്ന് നോക്കുമ്പോൾ ഒന്നായിരിക്കും, 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തെ അവരുടെ സാഹചര്യം പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ റീഡിങ് വെച്ച് ആരും ടെൻഷൻ ആവാതിരിക്കുക. എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും മുകളിൽ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് അല്ലേ. അദ്ദേഹത്തിന് മേലെ ഒന്നും വേറെ ആരും ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, മനസ്സിനെ കാമായിട്ട് വയ്ക്കുക, വിചാരിക്കുക കേട്ടോ. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ദയവായി ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. ബൈ.